ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അത് ലോങ് ടൈമിന് വേണ്ടിയിട്ട് ബൈ ചെയ്യണോ വേണ്ടയോ, എൻ്റെ ഒരു അഭിപ്രായമായിരിക്കും പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് അനാലിസിസ് പറയുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹംസ്റ്റർ കോമ്പാക്റ്റിനെ കുറിച്ച് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറേ പേർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് ഒരു 2000-3000 രൂപ ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് ലോങ് ടൈമിന് വേണ്ടിയിട്ട് ബൈ ചെയ്യാമോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാമോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമായിരിക്കും പറയുന്നത്. ഹംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം മിക്ക എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയിട്ട് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഏകദേശം 100 ബില്യൺ ആണ്. ഇപ്പോഴുള്ള അവരുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു 64 ബില്യൺ വരെ അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അവർ സപ്ലൈ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗണിലോട്ട് വീഴാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രൈസ് ഇപ്പോൾ 0.0046 ആണ്. ഇത് ഏകദേശം മിക്ക എക്സ്ചേഞ്ചിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 0.0045 ആയിരിക്കും. ഓക്കെ, ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. 0.004 ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 20 അല്ലെങ്കിൽ $10 മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് $1 പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വൻ രീതിയിൽ ലാഭം എന്ന് പറയുന്നത്. അല്ലാതെ പോയിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു $10 അല്ലെങ്കിൽ $20 ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കിട്ടൂ. പക്ഷേ $1 പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലാഭമാണ്. എന്നാൽ നമുക്ക് ധാരാളം നല്ല പ്രോജക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ രീതിയിൽ നിന്നും ഹൈ എന്ന രീതിയിലോട്ടൊരു ബുൾ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഈ 0.004 എന്നുള്ളത് ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 300% വരെ ആണെങ്കിൽ ഹൈയിലോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ക്യാപിറ്റൽ യൂസ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല പ്രോജക്റ്റുകൾ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഇതിന് കൂടുതൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് കുറച്ച് ക്യാപിറ്റൽ മാത്രമല്ല, $20 അല്ലെങ്കിൽ $30 മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. റിസ്ക് കുറവാണ്. ഓക്കെ, അത് ഞാൻ $1 വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം എന്ന് പറയുന്നത്. അല്ലാതെ ലാഭം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളൊരു $30 സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു $500 അല്ലെങ്കിൽ $1000 കിട്ടിയാൽ പോലും ലാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമാണ്. പക്ഷേ അല്ല, നമ്മളിപ്പോൾ ഒരു $1000 ഹംസ്റ്റർ കോമ്പാക്റ്റ് ഇപ്പം ബൈ ചെയ്തു, $1000 ബൈ ചെയ്തെന്ന് കരുതുക. എന്നിട്ട് അത് വലിയ രീതിയിൽ ക്രാഷിലോട്ട് പോയെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ രീതിയിൽ നഷ്ടമാണ്. അത്രയും ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല നല്ല പ്രോജക്റ്റും റിസ്ക് കുറവുള്ള പ്രോജക്റ്റ് ഉണ്ട്. അത് ബൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്ത് ഹംസ്റ്റർ കോമ്പാക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബിറ്റ്കോയിനിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഡൗൺ എന്ന രീതിയിൽ ഒരു 59,000 വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു $61,000 ആണ് നിൽക്കുന്നത്. നേരത്തെ ടോപ്പ് 65,000 പോയിട്ടാണ് ഡൗൺ എന്ന രീതിയിൽ ഒരു $5,000 പെട്ടെന്ന് ഡൗണിലോട്ട് പോയി. ഇവിടെ നിന്ന് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും $1,00,000 പോകുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 300 അല്ലെങ്കിൽ 400% വരെ വേണമെങ്കിൽ ഹൈയിലോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. അതുകൊണ്ട് കുറച്ച് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. സപ്ലൈ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് ഇനി മാർക്കറ്റ് എങ്ങനെ ക്രാഷ് ആകുകയാണ്, സപ്ലൈ കൂടുകയാണെങ്കിൽ വൻ രീതി ഡൗണിലോട്ട് പോകാം. 0.46 എന്നുള്ളത് ചിലപ്പോൾ 0.001 വേണമെങ്കിൽ പോകാം. ഓക്കെ, ഇനി ഹൈ എന്ന രീതിയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 300-400% വരെ വേണമെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ക്യാപിറ്റൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മാർക്കറ്റ് അനാലിസിസിലോട്ട് വരാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോയി. എന്നാൽ ഗോൾഡിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ ക്രാഷിലോട്ട് പോയിട്ടില്ല. ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ-ഇറാൻ യുദ്ധം എങ്ങാനും വരികയാണെങ്കിൽ അത് ഓയിൽ പ്രൈസിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗോൾഡിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. എന്നാൽ നമ്മുടെ CETയുടെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പുതിയൊരു ഹൈ വന്നിരിക്കുകയാണ്. ഓക്കെ, 0.092 ഓക്കെ പമ്പ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ 0.025 അല്ലെങ്കിൽ 0.020 പലതവണ പറഞ്ഞതാണ്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് CET ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, CET പമ്പ് എന്ന രീതിയിലോട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ബിഗിനേഴ്സ് വന്നിട്ട് ഇത് പുതുതായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുവെങ്കിൽ CETയുടെ പ്രൈസ് വന്നിട്ട് ബൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി അടുത്ത് ഷിബയുടെ പ്രൈസ് ഏകദേശം 2179 വന്നിട്ട് വീണ്ടും 1544 പോയിട്ട് ഇപ്പം വീണ്ടും 1677 നിൽക്കുന്നത്. ഇവിടെ നിന്ന് വീണ്ടും വേണമെങ്കിൽ പമ്പിലോട്ട് പോകാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പലതവണ പറഞ്ഞതാണ്, നിങ്ങൾ സെൽ ടാർഗറ്റ് നേരത്തെ സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ സെൽ ടാർഗറ്റ് നിങ്ങൾ സെൽ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. ഷിബ എന്നൊക്കെ പറയുന്ന 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും ലോങ് ടൈമിനെ ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ വസീറസ് ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം 0.11 ആണ്. ലോങ് ടൈം താല്പര്യമുള്ളവർ ഒരു $30 അല്ലെങ്കിൽ $50 വസീറസ് ടോക്കൺ ഇപ്പോഴത്തെ പ്രൈസിൽ ബൈ ചെയ്യാമോ എന്നിട്ട് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. കാർഡിന് അത്ര വലിയ രീതിയിൽ ഡൗൺലോഡ് വന്നിട്ടില്ല. നേരത്തെ 0.30 ഒക്കെ വന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം നമ്മുടെ കാർഡിനയുടെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മുടെ XRPയും 0.40 ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. XRPയുടെ പ്രൈസ് എന്ന് പറയുന്നത്. BNB എന്ന് പറയുന്നത് ഏകദേശം നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ എതീരിയത്തിൻ്റെ അകത്തും വോളിയം സെയിം ആയിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഇവിടെ നിന്ന് റിവേഴ്സ് ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് സൂക്ഷിക്കുക. കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോകാം. അതനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വേണമെങ്കിൽ ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്നവർ ട്രേഡ് ചെയ്യുക. ഇനി ഡൗൺ ആയിരുന്നാലും അപ്പ് ആയിരുന്നാലും നമുക്ക് പ്രശ്നമില്ല. ഡൗൺ ആയിരുന്നാൽ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇനി ഡൗൺ ആയിരുന്നാലും നമുക്ക് ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ് നേടാം. ബൈയിങ് ഓപ്പർച്യൂണിറ്റി പുതിയ പ്രോജക്റ്റിലുണ്ട്. ഇനി ഹൈയിലോട്ട് പോയി കഴിഞ്ഞാൽ ലാഭമാണ്. പല പ്രോജക്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടാർഗറ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഹിറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത് EOS എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. ഏകദേശം നമ്മുടെ EOS 0.46 ആണ് നിൽക്കുന്നത്. 0.40 ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും വേണമെങ്കിൽ ബൈയിലോട്ട് പോകാം. ഓക്കെ, 0.40 0.30 നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ EOS എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് വേണമെങ്കിൽ ബൈ ചെയ്ത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, CET എന്ന് പറയുന്ന എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് $1. ഓക്കെ, അതായത് 0.35 അല്ലെങ്കിൽ 0.40 നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യാം. ഇനി 0.50 വേണമെങ്കിലും സെല്ല് സ്റ്റാർട്ട് ചെയ്യാം. 0.30 0.50 ഞാൻ സെല്ല് ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 0.30 അതുപോലെ തന്നെ നമ്മുടെ 0.50 ഈ രണ്ട് പ്രൈസിനും ഇടയിലായിരിക്കും ഞാൻ CET സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ ബൈ ചെയ്തിട്ടുള്ള 0.20 ഓക്കെ,